തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് അദാനി ഗ്രൂപ്പിന്റെ ആഡംബര ഹോട്ടലിന് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അനുമതി നൽകി. മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയുടെ വിശദമായ അവലോകനത്തിന് ശേഷമാണ് അംഗീകാരം ലഭിച്ചത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദാനി ഗ്രൂപ്പുമായി ചേർന്നുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് 136 കോടി ചെലവിൽ വരുന്ന ഈ ഒരു അത്യാഡംബര ഹോട്ടലിനുള്ള അനുമതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കോടതി കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതോ വനമേഖലയോ അല്ലാത്ത ഒരു പ്രദേശമായതിനാലാണ് ഇത്രയും പെട്ടെന്ന് ഒരു അനുമതി ഈ ഒരു മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിരിക്കുന്നത്. 5 നിലയിൽ വരുന്ന കെട്ടിടത്തിൽ 900 പേർക്കോളം നേരിട്ടുള്ള ജോലിയും ഒപ്പം 300ഓളം പേർക്ക് അല്ലാതെയുള്ള ജോലി, ഏകദേശം ഒരു 1700ഓളം പേർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു ഹോട്ടലിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ചേർന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂ ഡോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന കപ്പലുകളിലെ ജീവനക്കാർക്കും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ അടക്കം പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ഹോട്ടൽ നിർമ്മാണം പുരോഗമിക്കുക. മാത്രമല്ല ഈ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിദേശികളും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ VIP അടക്കം എത്തുന്ന സമയങ്ങളിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക. മാത്രമല്ല ഈ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിലവാരം കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഹോട്ടൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 5 നിലകളിലായി വരുന്ന ഹോട്ടലിൽ 600ഓളം പേർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഹോട്ടലാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കും. 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിന്റെ നിർമ്മാണം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഹരിതചട്ടം ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഈ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ചില മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അത് ഈ ഒരു എയർപോർട്ടിനകത്ത് തന്നെയുള്ള ഭൂമിയിൽ മറ്റ് ഭാഗങ്ങളിൽ വെച്ചുപിടിപ്പിക്കാനുള്ള സൗകര്യം ഒരു ഗ്രീൻ ബെൽറ്റിനടക്കമുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഒരു ഹോട്ടലിലെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടി ഈ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ കൂടി വരുന്നതോടെ ഈ ഒരു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് തീർച്ചയാണ്. കൂടുതൽ സഞ്ചാരികളും യാത്രക്കാരും ഈ ഒരു തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തുകയും തലസ്ഥാനത്തിന്റെ അടക്കം മുഖച്ഛായ മാറ്റുന്ന ഈ ഒരു പദ്ധതിക്ക് കൂടുതൽ ഒരു ലക്ഷ്യം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.